നമസ്കാരം. കത്തോലിക്ക സഭയിലെ പരമ്പരാഗത ലാറ്റിൻ ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചില രേഖകൾ വത്തിക്കാനിൽ നിന്ന് പുറത്തായത് ഇപ്പോൾ വലിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ലയോ 14 മാർപ്പാപ്പ ചുമതലയേറ്റതിന് തൊട്ട് പിന്നാലെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ അദ്ദേഹം അല്ലെങ്കിൽ ഇടപെടാൻ അദ്ദേഹം നിർബന്ധിതനായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇതിന്മേൽ ശക്തമായ സമ്മർദ്ദമാണ് പുതിയ മാർപ്പാപ്പയുടെ മേൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ ബെനഡിക്ട് 16 മാർപ്പാപ്പയായിരുന്ന കാലഘട്ടത്തിലാണ് ആരാധനാക്രമത്തിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നത്. എന്നാൽ പിന്നീട് വന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത് വീണ്ടും മാറ്റുകയായിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള ഈ ഒരു മാറ്റം വിശ്വാസികൾക്കിടയിൽ വലിയ തോതിലുള്ള തർക്കത്തിനും വിഭാഗീയതയ്ക്കും എല്ലാം ഇടയാക്കും, അതുകൊണ്ട് അത് മാറ്റുന്നു എന്നാണ് അദ്ദേഹം ഒന്ന് വെളിപ്പെടുത്തിയത്. മാത്രമല്ല, ഇതിൽ പങ്കെടുത്ത ഭൂരിപക്ഷം ബിഷപ്പുമാരും ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തീരുമാനത്തോട് യോജിച്ചു എന്നാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നതും. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന രേഖകളനുസരിച്ച് നേരെ വിപരീതമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഭൂരിഭാഗം ബിഷപ്പുമാരും ഈ ഒരു തീരുമാനത്തോട് വിയോജിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ മാറ്റം വരുത്തേണ്ടതില്ല എന്നവർ വാദിച്ചു എന്നാണ് പറയപ്പെടുന്നത്. വളരെ ന്യൂനപക്ഷം വരുന്ന ബിഷപ്പുമാർ മാത്രമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ തീരുമാനത്തെ അനുകൂലിച്ചത് എന്നാണ് ഇത് സംബന്ധിച്ചപ്പോൾ പുറത്തു വരുന്ന രേഖകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ രേഖകളുടെ ആധികാരികത സംബന്ധിച്ച് ഇപ്പോഴും പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ വത്തിക്കാനിൽ വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്തിരുന്ന ചില മാധ്യമപ്രവർത്തകരാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. അവർക്ക് ഈ വാർത്ത എങ്ങനെ ലഭിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ രേഖകളുടെ ആധികാരികത എന്താണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ 4 ഭാഗത്തു നിന്നും ഉയരുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കാലം ചെയ്തതിന് ശേഷമാണ് ഇത് സംബന്ധിച്ച തർക്കം ഇപ്പോൾ ഉയരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ലയോ 14 മാർപ്പാപ്പ അദ്ദേഹം മാർപ്പാപ്പയെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നേരിടാൻ പോകുന്ന ഒരുപക്ഷെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു പുതിയ നീക്കങ്ങൾ. ഇക്കാര്യത്തിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കാൻ നിർബന്ധനാകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എന്നുള്ള നിലയിൽ ലയോ 14 മാർപ്പാപ്പയ്ക്ക് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റേതായ നിലപാടുകളുണ്ടാവും. അത് അദ്ദേഹം പറയും എന്ന് തന്നെയാണ് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ആരാധനാ രീതി മാറ്റം വന്നത് ഒരുപക്ഷെ ഏറ്റവും അധികം ബാധിച്ചത് ഒന്ന് അമേരിക്കയിലാണ്. അവിടുത്തെ സഭകളിൽ ഇത് പല പ്രശ്നങ്ങളുണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത്. ലയോ 14 അമേരിക്കക്കാരനാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് സ്വന്തം രാജ്യത്തെ ഉണ്ടാകുന്ന ഈ പ്രതിസന്ധി പരിഹരിക്കാനും അദ്ദേഹം ഒരുപക്ഷെ ശ്രമം നടത്തേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ലയോ 14 സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ സമവായത്തിൻ്റെ ഒരു വക്താവായിട്ടാണ് അറിയപ്പെടുന്നത്. എല്ലാവരുമായും വളരെ സ്നേഹത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ലയോ 14 മാർപ്പാപ്പ. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കൊരു പരിഹാരം അദ്ദേഹം കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്നാണ് പൊതുവെ വിശ്വാസികൾ കരുതുന്നത്. 2021 ഫ്രാൻസിസ് മാർപ്പാപ്പ ബെനഡിക്ട് 16 മാർപ്പാപ്പ അംഗീകരിച്ച ആരാധനാക്രമ പാരമ്പര്യത്തെ മാറ്റുകയും കത്തോലിക്കർക്ക് പഴയ ലാറ്റിൻ കുർബാനയിലേക്ക് പ്രവേശനം പരിമിതപ്പെടുത്തുകയും ചെയ്തിരുന്നു. പുരോഹിതർ പീഠങ്ങൾക്ക് അഭിമുഖമായി പ്രാദേശിക ഭാഷയിൽ കുർബാന അർപ്പിക്കാൻ നേരത്തെ തന്നെ അനുവാദം നൽകിയിരുന്നു. ബെനഡിക്ട് മാർപ്പാപ്പയുടെ തീരുമാനം സഭയിൽ ഭിന്നത ഉണ്ടാക്കുവാൻ ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് ഇതിന് മാറ്റം വരുത്തിയിരുന്നത്. ഏതായാലും വത്തിക്കാൻ ഇതിനോട് ഇനിയും പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. ഈ രേഖകൾ വത്തിക്കാൻ്റെ തന്നെയാണോ, ഇതിൻ്റെ ആധികാരിക സംബന്ധിച്ച് ഒന്നും തന്നെ വത്തിക്കാൻ വക്താക്കൾ ഇനിയും പരസ്യമായ പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ശരിക്കും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രേഖകൾ യഥാർത്ഥ രേഖകൾ തന്നെയാണ് എങ്കിൽ അത് വത്തിക്കാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം വത്തിക്കാനിലെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ അതീവ രഹസ്യമായിട്ടാണ് എല്ലാ കാലത്തും സൂക്ഷിച്ചിരിക്കുന്നത്. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അത്രയും രഹസ്യ സ്വഭാവം തന്നെയാണ് അവിടുത്തെ ഈ സുപ്രധാന രേഖകളെ സംബന്ധിച്ചും ഉണ്ടായിരിക്കേണ്ടത്. അതങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ വത്തിക്കാൻ അന്വേഷിക്കേണ്ടതായും വരും. കാരണം വത്തിക്കാനിൽ മാർപ്പാപ്പ തന്നെ ബിഷപ്പുമാരെ നടത്തിയ ചർച്ചകളുടെ വിശദാംശങ്ങൾ ഇത്തരത്തിൽ അദ്ദേഹം അന്ന് എന്ത് തീരുമാനമാണോ എടുത്തിരുന്നത് അതിന് വിപരീതമായ തീരുമാനമാണ് ഉണ്ടായത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു രേഖ തന്നെയാണ് പുറത്തായത് എങ്കിൽ അത് വലിയ തിരിച്ചടിയായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ലയോ 14 മാർപ്പാപ്പ ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധാപൂർവം തന്നെ നിലപാടെടുക്കും എന്നാണ് വിശ്വാസികളുടെ പ്രാർത്ഥന.